കോട്ടയത്ത് മഴ മാറിയെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകൾക്ക് ഒരു കുറവുമില്ല. കുട്ടനാട് മേഖലയിലും കോട്ടയം നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടാണ്. കോട്ടയം ഇറഞ്ഞാലിൽ വലിയ വെള്ളക്കെട്ടാണ് ഇപ്പോഴും തുടരുന്നത്. അഖിൽ കെ തത്സമയം വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഖിൽ, പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണുകയും ചെയ്യാം. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ റോഡിൽ നല്ല വെള്ളക്കെട്ടുണ്ട്, പക്ഷേ അതിനപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നമുക്ക് വെള്ളക്കെട്ട് കാണാനും കഴിയുന്നുണ്ട്. അഖിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഖിൽ, വെള്ളക്കെട്ടിന് ഒരു കുറവുമില്ല എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ആളുകൾക്ക് അവിടെ തുടരാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? മധു, അത് സാഹചര്യമില്ല എന്നുള്ളതാണ്. നിരവധി ആളുകൾ ഇതിനോടൊപ്പം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് ഇറഞ്ഞാൽ നിന്നും തിരുവഞ്ചൂരേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് എന്നുള്ളതാണ്. കോട്ടയം ജില്ലയിൽ നിന്നും തിരുവഞ്ചൂർ ഭാഗത്തേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്. ഈ റോഡിൽ 5 കിലോമീറ്ററോളം, ഏകദേശം ഇവിടെ നിന്നും ഇറഞ്ഞാൽ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങി ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരത്തോളം ഇതേ അവസ്ഥയിൽ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് ആയിപ്പെട്ടിരിക്കുന്നു. സമീപത്തെ വീടുകളിലേക്കൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ മുതൽ NDRF അടക്കം ഇവിടേക്ക് എത്തി നിരവധി ആളുകളെ മാറ്റി. ഒപ്പം സന്നദ്ധ പ്രവർത്തകരും നിരവധി പേരെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ്. അവരും നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ എത്ര ആൾ ഇവിടെ നമ്മൾ മാറ്റിയിട്ടുണ്ടാവുന്നത്? ഒരു 10-20 പേരെ മാറ്റിയിട്ടുണ്ട്. അറ്റം വരെയും വെള്ളമാണ്. അങ്ങ് തിരുവഞ്ചൂര് വെള്ളം ഇവിടെ വെള്ളം കിടക്കുക. സാധാരണ ഇതിലൂടെ ഇങ്ങനെ വെള്ളം കയറാറുണ്ട് ഈ ഭാഗം. പക്ഷേ ഇത്ര രീതിയിൽ ഒരു 18 ശേഷം പിന്നെ കയറിയിട്ടുണ്ട്. 18 ശേഷം ഇത്രയും കയറുന്ന ആദ്യമായിട്ടാണ്. ഒരു 2 അടിയോടെ കയറിയാൽ 18 തുല്യമായ വെള്ളമായി. രാവിലെ ഇന്നലെ ഏകദേശം ഇവിടെ കോളനിയിലെ ആൾക്കാരൊക്കെ KSRTC ഒന്ന് കൊണ്ടുപോയി. ബാക്കിയില്ല പെട്ടെന്ന് രാത്രി പെട്ടെന്ന് വെള്ളം കയറിയുണ്ട്. ഇന്ന് രാവിലെയാണ് ബാക്കിയുള്ളവർ കൊണ്ടുപോയത്. എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ NDRFന്റെ 5 ടീം ഉണ്ടായിരുന്നു, അവരും ഉണ്ടായിരുന്നു. അവർ പിന്നെ ഇല്ലിക്കലോട്ട് പോയി. ഇപ്പം ഏകദേശം ഒരു 90% ആൾക്കാരെ ഇവിടുന്ന് മാറി. 2ാം നിലയുള്ള ആൾക്കാരൊക്കെ ഇവിടെയുള്ളൂ. ഇതിലിപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയെന്നല്ലേ? അപ്പം ഇതിൽ തുടർന്ന് ഇനിയും കുറച്ചുകൂടി വെള്ളം കൂടും. എന്താ അവസ്ഥ? ഇപ്പോഴും കൂടി പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ഇത് കുറഞ്ഞെന്നുള്ളൂ. പക്ഷെ വെള്ളം ഇപ്പോഴും വല്ലാതെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭീതിയിലാണ്. രാത്രിയിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ 2ാം നില നിൽക്കുന്ന ആൾക്കാർക്ക് പണിയാവും. അതും പ്രശ്നം. മാറാൻ പറ്റുന്ന അവസ്ഥ ഒന്നും വല്ലാത്ത അവസ്ഥയാണ്. ശരി, അങ്ങോട്ട് വെള്ളം നിലയില്ല. വേണം നടന്നു പോകാൻ പറ്റും. ഞങ്ങളുടെ നിലയില്ലാത്ത അവസ്ഥ വരും അകത്തോട് കയറുമ്പോഴത്തേക്കും. ഇറങ്ങി അത് തന്നെ സഹിക്കാൻ പറ്റിയ അത് തന്നെ. എന്താണ് അവസ്ഥ? വീട്ടിലേക്ക് വെള്ളം കയറി? എന്താ അവസ്ഥ? എല്ലായിടത്തെയും അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. പക്ഷേ നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്ന എല്ലാ കേസിലും നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പം ആൾക്കാരുടെ അവസ്ഥ വെച്ചിട്ട് ഓക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീട്ടിലെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. കാരണം സാധനങ്ങളെല്ലാം നശിച്ചു പോകും. ജനങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തി, ആൾക്കാരെ നമ്മൾ രക്ഷപ്പെടുത്തി. അറ്റം വരെയുള്ള എല്ലാ റോഡിലും വഴിസൈഡിലെ വീടുകളെല്ലാം കയറിയില്ലേ? ഇവിടത്തെക്കാളും ഭീകരത അവസ്ഥയാണ് തിരുവഞ്ചൂർ റോഡിലേക്ക് പോകുമ്പോഴത്തേക്കും. കാരണം അവിടെ ഭയങ്കര ആറ്റിൽ നിന്നുള്ള ഒഴുക്ക് ഭീകരമായിട്ട് കൂടും. നല്ലതായിട്ട് കൂടും, ഒഴുക്ക് നല്ലതായിട്ട് കൂടും. ഇവിടെ ഇത്രയും ആണെങ്കിൽ അവിടെ അതിൻ്റെ ഇരട്ടിയാവും. അതാണ് അവസ്ഥ. തന്നെയാണ് മധു. വലിയ തോതിലുള്ള ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആ ചേട്ടൻ, അതായത് വീടിന് 2ാം നിലയിൽ താമസിക്കുന്ന ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകും. അദ്ദേഹത്തിൻ്റെ കവറിലുണ്ടായിരുന്നത് പാലും അതുപോലെ തന്നെ പത്രവും ആവശ്യമായുള്ള സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ വാങ്ങിയിട്ട് വീടിന് പോയി, അതായത് അവിടെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് വെള്ളത്തിലൂടെ നടന്നു പോവുകയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അരയോളം വെള്ളം ആവുന്നു എന്നുള്ളതാണ് മുന്നോട്ട് പോകുമ്പോൾ. പിന്നീട് ഇതിലും കുറച്ചും കൂടി അപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്കൊക്കെ എത്തുമ്പോൾ വീണ്ടും വെള്ളം കൂടുകയാണെന്നുള്ളതാണ്. ഈ ഒരു പരിസര പ്രദേശം മുഴുവൻ പൂർണ്ണമായും പോയൊരു സ്ഥിതി ഉണ്ട് എന്നുള്ളത്. അതായത് മീനച്ചിലാറിന് ചേർന്നുകൊണ്ട് നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ മീനച്ചിലാറിൽ നിന്നും വെള്ളം കയറി വന്ന് ഈ പ്രദേശം ആകെ മുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. അത് ഇനി ഇതിലൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോഴും ഈരാറ്റുപേട്ടയിൽ ഇന്ന് രാവിലെയും പാലയിലൊക്കെ ഇന്ന് രാവിലെയും വെള്ളം കയറിയിരുന്നു. അവിടെ കയറിയിട്ടുള്ള ആ വെള്ളം വീണ്ടും കുറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ താണിട്ടുണ്ട്. ആ വെള്ളം ഒഴുകി വീണ്ടും ഇതേ സ്ഥലത്ത് വരും, ഇവിടേക്ക് എത്തും. വീണ്ടും കൂടാനുള്ള സാധ്യത, രാത്രിയിലും ഈ നിൽക്കുന്ന അളവിനേക്കാൾ കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതയാണ്. ഈ ഘട്ടത്തിലൊന്നും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൂടാനുള്ള സാധ്യത തന്നെയാണ് നിൽക്കുക. അപ്പോൾ രാവിലേക്ക് കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ മാറും. അപ്പോൾ സ്വാഭാവികമായും ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങാൻ വരാത്ത ആളുകൾ അല്ലെങ്കിൽ 2ാം നിലയിലെ ആളുകൾ അവരെ റെസ്ക്യൂ ചെയ്യുന്നത് കുറച്ച് ദുഷ്കരമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയും. ഇവിടെയുള്ള വീടുകളുടെയൊക്കെ 1ാം നിലയിലേക്ക് അഖിൽ കെ തത്സമയം നമുക്ക് വിവരിച്ച് നൽകുന്നത്. നമുക്ക് ആ സ്ക്രീനിലേക്ക് നോക്കിയാൽ മുഴുവൻ വെള്ളമാണ് എന്നതാണ് സാഹചര്യം. അതിനിടയിലൂടെ ആളുകളെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കോട്ടയത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ റാന്നിയിലും ആറന്മുളയിലും ഒക്കെ കണ്ടതിന് വ്യത്യസ്തമായ ദൃശ്യങ്ങളല്ല നമ്മൾ കോട്ടയത്ത് നിന്നും കാണുന്നത്. താഴ്ന്ന പ്രദേശങ്ങളാകെ വെള്ളക്കെട്ടാണ്.